ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പുതിയൊരു വീഡിയോ ആയിട്ടാണ്. നെതർലാൻഡ്സിലേക്ക് പോകുന്ന കുറച്ച് വിശേഷങ്ങളും അവിടെ ചെന്നിട്ടുള്ള കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഇത് ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയിട്ടുള്ള കുറച്ച് വ്യൂസാണ്. ഇത് കഴിഞ്ഞ് ഞങ്ങൾ നെതർലാൻഡ്സിലെത്തി. നെതർലാൻഡ്സിൽ നിന്ന് റൂമിലേക്ക് പോകുന്ന ഒരു കുറച്ച് ക്ലിപ്പിങ്സ് ഞാൻ അതിലെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് റൂമിലോട്ട് പോകുന്ന വഴിയാണ്. ഒരു ഹാഫ് ആൻ അവർ റണ്ണിങ് ഉണ്ടായിരുന്നു റൂമിലോട്ട്. ഇവിടെ വന്നപ്പോൾ നല്ല തണുപ്പായിരുന്നു. നാട്ടിൽ നിന്ന് പോരുന്ന സമയത്ത് നല്ല ചൂടായിരുന്നു. ഇവിടെ വന്നിറങ്ങിയപ്പോൾ ഇവിടുത്തെ സമ്മർ ആണെങ്കിൽ പോലും നല്ല തണുപ്പായിരുന്നു. നമുക്ക് ക്ലൈമറ്റ് വേഗം മാറിയപ്പോൾ ഭയങ്കര തണുപ്പ് ഫീൽ ചെയ്തിരുന്നു. ഇത് റൂമിൻ്റെ ഫ്രണ്ടിലുള്ള കാഴ്ചയാണ്. നല്ല ഭംഗിയുള്ള കുറച്ച് പൂക്കളൊക്കെ ആയിരുന്നു. അപ്പോൾ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തിട്ടേ ഉള്ളൂ. റൂമിൻ്റെ ഫ്രണ്ടിലുള്ള വ്യൂ ആണ്. ഇതാണ് നമ്മുടെ റൂമിൻ്റെ ഫ്രണ്ടിലെ വ്യൂ. ഇതിൻ്റെ ബാക്കിലായിട്ടാണ് നമുക്ക് റൂം വരുന്നത്. ഇതാണ് ഞങ്ങളുടെ റൂം വരുന്നത്. അപ്പോൾ ഞങ്ങൾ വന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടുള്ളതാണ് റൂമിലേക്ക്. ഇത് റൂമിൻ്റെ ഫ്രണ്ടിലുള്ള വ്യൂ ആണ്. ഇത് സൈഡിലൂടെ നമുക്ക് സൈക്കിളിനുള്ള ട്രാക്ക്. ഇവിടെ കൂടുതലായിട്ടും എല്ലാവരും പോകുന്നത് സൈക്കിളിലാണ്. ഈവൻ ജോലിക്ക് പോകുന്നവരും മക്കളുടെ സ്കൂളിലാക്കാൻ പോകുന്നവരും എല്ലാവരും ഇവിടെ കൂടുതലായിട്ടും പോകുന്നത് സൈക്കിളിലാണ്. നമ്മളെ നാട്ടിലെ സ്കൂട്ടിയുമ്പോൾ പോകുന്ന പോലെയാണ് ഇവിടെ സൈക്കിളിലെല്ലാം പോകുന്നത്. സൈക്കിളിനായിട്ട് പ്രത്യേകിച്ചൊരു ട്രാക്ക് തന്നെയാണ് അവർക്ക്. ഇത് ഫ്രണ്ടിലുള്ളൊരു വ്യൂ ആണ് വീടിൻ്റെ. കണ്ടപ്പോൾ ഭംഗി തോന്നിയപ്പോൾ എടുത്തിട്ടതാണ്. ഇന്ന് ഞങ്ങൾ മൂത്ത മോനെ സ്കൂളിൽ അഡ്മിഷന് വേണ്ടിയിട്ട് പോകുന്നതാണ്. സുപ്രീം കോളേജ് എന്നാണ് സ്കൂളിൻ്റെ പേര് അവരുടെ. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് ഞങ്ങൾ. ഇവിടുന്ന് ബസ്സിൽ നിന്നാണ് പോകുന്നത്. നമുക്ക് രാവിലെ 7:30 സമയത്ത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ട 7:30 ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം. മീൻസ് 2 ബസ് ഇവിടുന്ന് എടുത്തിട്ട് വേണം നമുക്ക് പോകണമെങ്കിൽ, പിടിച്ചിട്ട് വേണം പോകണമെങ്കിൽ. ഞാൻ പോകുന്ന സമയത്ത് വീഡിയോ എടുത്താണ്. നല്ല ഭംഗിയാണ് കാണാൻ. നല്ല ഭംഗിയുള്ള പച്ചപ്പ്, സൈഡിലൂടെ കനാൽ, പിന്നെ കുറേ എന്തൊക്കെയോ കൃഷി ചെയ്യുന്നുണ്ട്. ട്യുലിപ്പിൻ്റെ സീസൺ കഴിഞ്ഞിട്ടുണ്ട് തോന്നുന്നു ഇവിടെ. പിന്നെ അത് കൂടാണ്ട് കുറേ കാര്യമായിട്ട് ഫ്ലവേഴ്സ് നന്നായിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കൃഷി നന്നായിട്ട് കാണാം നമുക്ക് പോകുന്ന സമയത്ത്. നല്ല ഭംഗിയാണ്. നല്ല ഭംഗിയുള്ള പച്ചപ്പ്. സൈഡിലൂടെ ഈ കനാൽ പോകുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ഭംഗിയാണ് സൈഡൊക്കെ കാണാൻ ഇതിൻ്റെ. ഇനി നമ്മളിവിടെ ഇറങ്ങിയിട്ട് അടുത്ത ബസ് കിട്ടിയിട്ട് വേണം നമുക്ക് ഇവിടെ ഇവരുടെ കോളേജിലോട്ട് പോകുന്നുണ്ടെങ്കിൽ. ഞാൻ വന്നിട്ട് ആകെ 1 വീക്ക് ആയിട്ടുള്ളൂ. അപ്പോൾ സ്ഥലങ്ങളുടെ പേരൊന്നും ശരിക്കും അറിയില്ല. അപ്പോൾ പഠിച്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ എനിക്ക് കാണുന്നതൊക്കെ പുതുതായിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഞങ്ങളിവിടുന്ന് അടുത്ത ബസ് എടുത്ത് ഞങ്ങൾ അവരുടെ കോളേജിലോട്ട് പോവുകയാണ്. ഇവിടെ കോളേജ് എന്നാണ് പറയുക, സ്കൂളിൽ നിന്ന് ഇവിടെ പറയില്ല. ചെറിയ കുട്ടികളൊക്കെ തോന്നുന്നു ഇവിടെ സ്കൂളിൽ നിന്ന് പറയുള്ളൂ. കുറച്ചൊക്കെ വലിയ കുട്ടികളെ കഴിഞ്ഞാൽ അവർ കോളേജ് എന്നാണ് പറയുക ഇവിടെ. നമ്മൾ കാർഡ് സ്വൈപ്പ് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ ടിക്കറ്റ് കൊടുക്കുന്നതിന് പകരം അവർ കാർഡ് സ്വൈപ്പ് ചെയ്യുക. തിരിച്ചതുപോലെ തന്നെ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് കാർഡ് സ്വൈപ്പ് ചെയ്യും. നമുക്ക് കാണാം, സൈഡിലൊക്കെ കാണാൻ പറ്റും സൈക്കിള്. ഇവർക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഉള്ളത്. കണ്ട സൈഡിലൊക്കെ നന്നായിട്ട് എന്ത് പൂവാന്നൊന്നും അറിയില്ല, പക്ഷേ പൂക്കളുടെ കൃഷിയാണ് കാര്യമായിട്ട് കാണാൻ പറ്റും. നമുക്ക് 2 സൈഡിലും ഇതിങ്ങനെ കാണാൻ പറ്റും. ഈ സൈഡ് കാണുന്നതെല്ലാം ട്യുലിപ്പിൻ്റെ ആയിരുന്നു. ട്യുലിപ്പിൻ്റെ സീസൺ കഴിഞ്ഞിട്ട് ഇപ്പോൾ വേറെ എന്തോ ചെയ്യാൻ പോകാൻ തോന്നുന്നുണ്ട് അവിടെ. ഇപ്പോൾ ഞങ്ങൾ അവർ സ്കൂളല്ല കോളേജിൽ എത്തിയിട്ടുണ്ട്. പിന്നെ അവിടെ ചെന്നിട്ട് അവരെന്തൊക്കെയോ കുറച്ച് ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ട് തോന്നുന്നു ഇവന്. അതൊക്കെ ചോദിച്ചതിന് ശേഷം നമ്മൾ അഡ്മിഷൻ എടുക്കും അവിടെ. Good morning.
Yeah, good. Hey, you're sitting. Hello? Speak English? No? Not really. Okay. ഇത് ഞാൻ കോളേജിൻ്റെ ഫ്രണ്ട് എന്നുള്ള വ്യൂ ആണ്. അവിടെ ഫ്രണ്ടിൽ നിറയെ റോസ് പൂ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോയിലൊന്ന് പകർത്തി മാത്രം. ഇത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവാണ്. വീട്ടിലോട്ട് തിരിച്ചു പോകണം. അഡ്മിഷൻ എടുത്തതിന് ശേഷം നമ്മൾ ഇവിടുന്ന് നമുക്ക് അൽക്കമാർ സ്റ്റേഷനിൽ തന്നെ ബസ് കിട്ടും. അവിടുന്ന് ഡയറക്റ്റ് നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു പോവാണ്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഞങ്ങൾ ഐ തിങ്ക് ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ ID എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആംസ്റ്റർഡാം പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വ്യൂസാണ് ഇനി കാണിക്കാൻ പോകുന്നത്. ഇതല്ല നമ്മൾ സെക്കൻഡ് ക്ലിപ്പിങ്സിൽ കാണിക്കുന്നത് അൽക്കമാർന്ന് നമ്മൾ ആംസ്റ്റർഡാമിലേക്ക് പോകുന്ന കുറച്ച് വ്യൂസാണ്. ഇതിപ്പോൾ ഞങ്ങൾ കോളേജ് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന വ്യൂസാണ് ഈ കാണുന്നത്. സൈഡിൽ ഈ കനാൽ കാണുന്നതിൽ കുറേ എന്താ പറയുക പക്ഷികളെ തോന്നുന്നുണ്ട് കാണാമെന്നുള്ളത്. നിങ്ങൾക്ക് വീഡിയോയിൽ എത്രമാത്രം ക്ലാരിറ്റി ഉണ്ടെന്ന് അറിയില്ല. ഇതിൽ കാണുന്നുണ്ട്. ആദ്യം ഞാൻ കണ്ടപ്പോൾ താറാവാന്ന് വിചാരിച്ചത്. പക്ഷേ താറാവല്ല, ഇവിടുത്തെ ഒരു പക്ഷിയാണ് തോന്നുന്നുണ്ട് ഇവിടെ. ഇതാണ് ഇവിടുത്തെ അൽക്കമാറിലെ റെയിൽവേ സ്റ്റേഷന്. ഞങ്ങളത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു. കോളേജിൽ നിന്ന് അഡ്മിഷൻ എടുത്തതിന് ശേഷം ഇനി കാണിക്കാൻ പോകുന്നതാണ് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ID എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആംസ്റ്റർഡാം പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസാണ് ഇനി കാണിക്കാൻ പോകുന്നത്. ഇതെല്ലാം സൈഡിലോട്ടുള്ള വീട്ടിലേക്ക് പോകുന്നുള്ള കുറച്ച് വ്യൂസാണ്. ഇപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഹോപ്പിന്ന് നമ്മൾ ബസ് പിടിച്ചിട്ട് നമ്മൾ അവിടുന്ന് അൽക്കമാറിലെത്തി. അൽക്കമാർ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറിയിട്ട് സ്ലോട്ടർഡൈക്കിൽ ഇറങ്ങിയിട്ടാണ് നമ്മൾ ആംസ്റ്റർഡാമിലേക്ക് പോകുന്നത്. ഇപ്പം ഞങ്ങൾ അൽക്കമാർ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളവിടുന്ന് സ്ലോട്ടർഡൈക്കിൽ ഇറങ്ങിയിട്ട് സ്ലോട്ടർഡൈക്കിൽ നിന്ന് നെക്സ്റ്റ് ട്രെയിന് പിടിച്ചിട്ടാണ് പോകുന്നത്. സ്റ്റേഷൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് സൈക്കിൾ പാർക്ക് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്യുന്ന പോലെ, സ്കൂട്ടി കാറൊക്കെ പാർക്ക് ചെയ്യുന്ന പോലെ ഇവിടെ മെയിനായിട്ട് കാണുന്നത് സൈക്കിള് പാർക്ക് ചെയ്തവർ ലോക്കിട്ട് പോയിട്ടുണ്ടാവും. തിരിച്ച് അവർ വന്ന് സ്റ്റേഷനിൽ ഇറങ്ങിയേക്കും തിരിച്ച് സൈക്കിൾ എടുത്ത് പോകാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ചെയ്യുന്നത്. ഇതൊരു 5-6 ലൈനൊന്നുമല്ല, ഒരുപാട് ലൈനുണ്ട്. മേലേക്കും താഴേക്കൊക്കെ ആയിട്ട് ഒരുപാട് സൈക്കിളും ഉണ്ട്. ഇവിടുത്തെ കമ്പനിയിലെ വലിയ വലിയ മാനേജർമാർ എല്ലാം വരുന്നത് സൈക്കിൾ തന്നെയാണ്.
അങ്ങനെ ഞങ്ങൾ അൽക്കമാർന്ന് സ്റ്റേഷനിൽ നിന്ന് ഇവിടുന്ന് ട്രെയിൻ എടുത്ത് ഞങ്ങൾ സ്ലോട്ടർ ഡൈക്കിലേക്കാണ് പോകുന്നത് ഫസ്റ്റായിട്ട്. അത് കഴിഞ്ഞ് ലൈല എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ നെക്സ്റ്റ് ടിക്കറ്റ് എടുക്കുന്നത്. നമുക്ക് ട്രെയിനിൽ പോകുന്ന സമയത്ത് നമുക്ക് ഫുഡൊക്കെ വേണമെങ്കിൽ കയ്യിലെടുക്കാം. ഇങ്ങനെ സൈഡിൽ നിന്ന് കഴിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. പക്ഷേ ട്രെയിനിൽ ഫുഡൊന്നും കിട്ടില്ല, നമുക്ക് കയ്യിലെടുത്തിട്ട് പോവാം. അതിൻ്റെ സൈഡിൽ തന്നെ നമുക്കൊരു വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ട്. ട്രെയിനിൻ്റെ സൈഡിൽ തന്നെ നമുക്ക് വേസ്റ്റ് കഴിക്കാനിടാം. ചെറിയ ആൾ ഫസ്റ്റ് ടൈം ട്രെയിൻ കയറുന്ന എക്സൈറ്റ്മെൻറ്റിൽ ഇരുന്ന് നോക്കുകയാണ് എന്താണ് പുറത്ത് കാണുന്നതെന്നുള്ളത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ട്രെയിനിലുള്ള പോകുന്ന യാത്ര കേട്ടോ. സീറ്റൊക്കെ ഒരുപാട് സ്പേസ് ബാക്കിയായിരുന്നു. കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അടുത്ത സ്റ്റേഷനിൽ നിന്നാണ് കുറേ കൂടെ ആൾക്കാർ കയറിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഇൻ കേസ് ഈ ട്രെയിൻ മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ട്രെയിനിൽ പോകാം, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ട്രെയിനിൽ പോകാം. ഇത് സൈഡിൽ പശുക്കളെയാണ് കാണുന്നത്. കൂടുതലായിട്ടും നമുക്ക് ഇവിടെ സൈഡിലൊക്കെ പശുവിനെ ഒരു ഫാം നടത്തുന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. ഇതെല്ലാം കാണുന്നത് പശുക്കളാണ്. ഈ കാണുന്നത് ഷീപ്പാണ്. രണ്ട് സൈഡിലും കനാലാണ് കാര്യമായിട്ട്. രണ്ട് സൈഡിലും നല്ല ഭംഗിയാണ് ഈ രണ്ട് സൈഡിലും ഇങ്ങനെ ഈ കനാൽ കാണുമ്പോൾ. നമ്മുടെ നാട്ടിൽ എന്താ പറയുക അരുവികളൊക്കെ ഉള്ള പോലെ, പക്ഷെ അങ്ങനെ ഒഴുകുന്നൊന്നുമില്ല, വെള്ളം ഇങ്ങനെ നിൽക്കുന്ന കനാലുകളാണ്. ഞങ്ങൾ ID എടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ചെറിയ മോൻ്റെ ID റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുക്കുകയും വേണം. ഞങ്ങളുടെ ഫിംഗറൊക്കെ ഒന്നും കൂടെ രണ്ടാമത് എടുക്കണമായിരുന്നു. ആദ്യം എടുത്ത് ശരിയാവാഞ്ഞിട്ട് രണ്ടാമത് എടുക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അതുകൂടെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഇനി വീട്ടിലോട്ട് പോകും. അപ്പോൾ ഇനി അത് കിട്ടിയ ശേഷം നമുക്ക് വീണ്ടും ഈ IDക്ക് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരേണ്ടി വരും. എനിക്കും അതുപോലെ തന്നെ മൂത്ത മോനും വേണ്ടിയിട്ട്. ഞങ്ങൾ ചെന്ന സമയത്ത് നല്ല മഴയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ശരിക്കും സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റിയില്ല. ഞങ്ങൾ കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോന്നു. പിന്നെ അത് അടുത്ത ദിവസം ഞാൻ മോനെ സ്കൂളിലാക്കാൻ വേണ്ടിയിട്ട് പോകുന്നതിന് മുന്നുള്ള കുറച്ച് വീഡിയോസാണ് സൈഡിൽ കാണുന്നതല്ലോ. പിന്നെ അടുത്തത് പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും വരാം. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ വരുന്നത് പുതിയ വിശേഷങ്ങളായിട്ടാണ്.